കുടുംബശ്രീ എന്നൊക്കെ പറഞ്ഞ് പിണറായി സർക്കാരിനെ പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും കാര്യമായ ധനസഹായം നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇനി കേന്ദ്രം തരുന്നത് കൃത്യമായി ആരറിയുന്നുണ്ട് എന്ന് ചോദിച്ചാൽ കുറച്ച് പാർട്ടിക്കാർ മാത്രം അറിയും. സത്യം അതാണ്. കുടുംബശ്രീക്ക് കേന്ദ്രം 3 കോടി രൂപയിലധികം വായ്പ നൽകിയത് എത്ര പേർ അറിഞ്ഞുവെന്ന് സംശയമാണ്. രാജ്യത്തെ സ്ത്രീകളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കഴിഞ്ഞ 9 വർഷത്തിനിടെ നിരവധി പദ്ധതികളാണ് കേന്ദ്രം നടപ്പാക്കിയിട്ടുള്ളത്. സ്ത്രീകൾക്ക് ഏറെ പ്രയോജനം ലഭിച്ച ഏതാനും പദ്ധതികളെ കുറിച്ച് വിശദീകരിക്കാം. പ്രധാനമന്ത്രി ജൻധൻ പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് ബാങ്ക് അക്കൗണ്ടുകൾ നൽകി. 25.7 കോടി വനിതകളാണ് പദ്ധതിയിലൂടെ അക്കൗണ്ടുകൾ തുറന്നത്. പദ്ധതി പ്രകാരം ആരംഭിച്ച അക്കൗണ്ടുകളിൽ 50% അധികവും വനിതകളുടേതാണ്. പ്രസവാവധി 12 ആഴ്ചയിൽ നിന്നും 26 ആഴ്ചയെ വർദ്ധിപ്പിക്കാനുള്ള ചരിത്ര തീരുമാനവും കേന്ദ്രമാണ് എടുത്തത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി പെൺ ഭ്രൂണഹത്യ നിരക്ക് വലിയ രീതിയിൽ കുറച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലമായി രാജ്യത്തെ ലിംഗാനുപാതത്തിൽ വർധനവുണ്ടായി. 2012-13 915 ആയിരുന്നു ലിംഗാനുപാതം എങ്കിൽ 2020-21 അത് 22 പോയിന്റ് ഉയർന്ന് 937 ആയി. കൂടാതെ പെൺകുട്ടികളുടെ സെക്കൻഡറി ലെവൽ എഡ്യൂക്കേഷൻ അനുപാതം 2012-13 68.17 ആയിരുന്നെങ്കിൽ 2020-21 10 പോയിന്റ് വർദ്ധിച്ച് 78.46 ആയി ഉയർന്നു. പെൺകുട്ടികളുള്ള കുടുംബത്തിന് ഏറെ പ്രയോജനകരമായ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. പെൺകുട്ടികൾക്കായി 2.72 കോടി സേവിങ്സ് അക്കൗണ്ടുകളാണ് ഇതിലൂടെ തുടങ്ങിയത്. ഏകദേശം 1.19 ലക്ഷം കോടിയാണ് ഈ അക്കൗണ്ടുകളിലുള്ള നിക്ഷേപം. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ദിവസ വേതനത്തിൽ വൻ വർധനവ് വരുത്തി. അംഗൻവാടി വർക്കർമാരുടെ വേതനത്തിലുള്ള കേന്ദ്ര വിഹിതം 4500 ആയും അംഗൻവാടി ഹെൽപ്പർമാരുടെ വേതനം 2500 ആയും വർദ്ധിപ്പിച്ചു. ഇപ്പോഴിത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ദേശീയ സഫായി കരംചാരി മഹിളാ സമൃദ്ധി യോജന പദ്ധതിയാണ് ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ കവിയൂർ കുടുംബശ്രീ അംഗങ്ങൾക്ക് നൽകിയത് 3 കോടി രൂപയുടെ സ്വയം തൊഴിൽ വായ്പയാണ്. പഞ്ചായത്തിലെ 310 കുടുംബശ്രീ അംഗങ്ങൾക്ക് ഓരോ ലക്ഷം രൂപ വീതം വായ്പ നൽകാൻ 3.1 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചതെന്ന് സാരം. സ്ത്രീകൾക്ക് സ്വയം തൊഴിലിനായാണ് വായ്പ അനുവദിച്ചത്. 5% മാത്രമാണ് ഇതിന്റെ പലിശ. 3 വർഷത്തിനുള്ളിൽ തിരിച്ചടവ് നടത്തിയാൽ മതിയാകും. സ്വയം തൊഴിലിലൂടെ കുടുംബത്തിനും സമൂഹത്തിനും അതിലൂടെ നമ്മുടെ രാജ്യത്തിനും വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരിക എന്നതാണ് ഇതിലൂടെ മോഡി സർക്കാർ ലക്ഷ്യമിടുന്നത്. 45.85 ലക്ഷം സ്ത്രീകളാണ് കുടുംബശ്രീയിൽ നിലവിൽ അംഗങ്ങളായുള്ളത്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വനിതാ സംഘടനാ സംവിധാനമാണെന്നാണ് അധികൃതർ പറയുന്നത്. നിലവിൽ 3 ലക്ഷത്തിലേറെ അയൽക്കൂട്ടങ്ങളാണുള്ളത്. വനിതകളുടെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നതിനും അതുവഴി ചെറുകിട വ്യവസായങ്ങളുടെ ആരംഭവും കുടുംബശ്രീ കൈവരിച്ചു. ഓരോ അംഗത്തിനും 10 രൂപയോ അതിനു മുകളിലോ നിക്ഷേപിക്കാവുന്നതാണ് സമ്പാദ്യ പദ്ധതികൾ. അയൽക്കൂട്ട അംഗങ്ങൾക്ക് ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാനോ വ്യക്തിപരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോ സമ്പാദ്യത്തിന് ആനുപാതികമായി കുറഞ്ഞ പലിശ നിരക്കിൽ അയൽക്കൂട്ടത്തിൽ നിന്നും വായ്പയും എടുക്കാം.